students, we are going to discuss about the topic probability and genetics. You have studied probability in the biostats, so it will be easy for you to understand this part. So we have studied Mendel's law of segregation and independent assortment, and these laws are similar to the laws of probability that applies to the tossing coins or rolling dice. So the Mendel's laws are similar to the laws of probability that applies to tossing coin or rolling dice. So whenever you toss a coin, there is 50% chance or 50% probability is there for getting head and 50% probability is there for getting tail. Like that, the Mendel's law has many similarities with the laws of probability that apply to tossing coins or rolling dice. So calculating probability of making a specific gamete is just like calculating the probability in flipping a coin. The probability of tossing head is 50%, or the probability of making a p gamete. For example, in the case of gamete formation, according to Mendel's law of segregation, from the gamete capital P small p, there is 50% chance 50% of the gametes will be capital P and 50% of the gametes will be small p. So it's similar to like flipping a coin. So whenever we flip a coin, there is 50% chance that it is head and there is 50% chance that it is tail. So from a parent containing capital P small p, 50% chance is that it will be gamete contain capital P gamete and 50% chance that the gamete contains small p gamete. And if the parent is capital P, 50% chance that the gamete contain capital P gamete and 50% chance is that capital P gamete. So 50 plus 50 it will be 100%. അപ്പം നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്, അതായത് ഈ പ്രോബബിലിറ്റിക്ക് ജെനറ്റിക്സിലുള്ള ആപ്ലിക്കേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ മെൻഡൽസ് ലോ ഒക്കെ എന്തിന് സിമിലറാണ്? പ്രോബബിലിറ്റീൻ്റെ ലോസിനോട് സിമിലറാണ് നമ്മുടെ മെൻഡൽസ് ലോ ഒക്കെ. ഫോർ എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ ഗാമീറ്റ് ഫോർമേഷൻ, അത് മെൻഡൽസ് ലോ ഓഫ് സെഗ്രിഗേഷൻ പ്രകാരം ഗാമീറ്റ് ഫോം ചെയ്യുമ്പോൾ 2 അല്ലൈൽസിൽ ഒരു അല്ലൈൽ മാത്രമേ ഒരു ഗാമീറ്റിലേക്ക് പോകൂ. വേറൊരു അല്ലൈൽ, അതായത് 2 അല്ലൈൽസ് ഉണ്ടെങ്കിൽ അതിൽ ഒരു അല്ലൈൽ മാത്രമേ ഗാമീറ്റിലേക്ക് പോകൂ, ഒരു അല്ലൈൽ പോകില്ല. അപ്പോൾ ഒരു ക്യാപിറ്റൽ പി സ്മോൾ പി ഉണ്ടെങ്കിൽ 50% ചാൻസ് ആണുള്ളത് ക്യാപിറ്റൽ പി ഗാമീറ്റിലേക്ക് പോകാൻ. അതേപോലെ തന്നെ 50% ചാൻസ് ആണ് സ്മോൾ പി ഗാമീറ്റിലേക്ക് പോകാൻ. ഇതേപോലെ തന്നെയാണ് നമ്മൾ കോയിന് ടോസ് ചെയ്യുന്നത്. അപ്പോൾ കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ 50% ചാൻസ് ആണ് ഹെഡ് കിട്ടാൻ, 50% ചാൻസ് ആണ് ടെയിൽ കിട്ടാൻ. അതേപോലെ തന്നെയാണ് ഈ ഗാമീറ്റ് ഫോർമേഷൻ്റെ കേസുകളും. പിന്നെ ഉള്ളതാണ് ക്യാപിറ്റൽ പി എടുത്തു കഴിഞ്ഞാൽ 50% ചാൻസ് ആണ് ക്യാപിറ്റൽ പി കിട്ടാൻ, 50% ചാൻസ് ആണ് ക്യാപിറ്റൽ പി കിട്ടാൻ. അപ്പോൾ 50 + 50 100% ചാൻസ്. ഇപ്പോൾ 2 റൂൾസ് ആണുള്ളത് പ്രോബബിലിറ്റിക്ക്, റൂൾ ഓഫ് മൾട്ടിപ്ലിക്കേഷനും റൂൾ ഓഫ് അഡീഷനും. അക്കോർഡിംഗ് ടു റൂൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, ചാൻസ് ദാറ്റ് 2 or more independent events will occur together. Probability that 2 coins tossed at the same time will land head up is equal to half into half is equal to 1/4. അപ്പോൾ റൂൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? അതായത് 2 ഇവൻറ്റ്സ് ഒരുമിച്ച് ഒക്കർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് റൂൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ 2 ഇവൻറ്റ്സ് ഒരുമിച്ച് ഒക്കർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? റൂൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതേസമയം 2 ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഒക്കറെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് റൂൾ ഓഫ് അഡീഷൻ ആണ്. അപ്പോൾ 2 റൂൾസ് ആണുള്ളത് പ്രോബബിലിറ്റിയിൽ, റൂൾ ഓഫ് മൾട്ടിപ്ലിക്കേഷനും റൂൾ ഓഫ് അഡീഷനും. അപ്പോൾ 2 ഇവൻറ്റ്സ് ഒരുമിച്ച് ഒക്കർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് റൂൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 2 ഇവൻറ്റ്സ്
ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒക്കർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് റൂൾ ഓഫ് അഡീഷൻ ആണ്. അപ്പോൾ റൂൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? രണ്ട് ഇവൻറ്റ്സ് ഒരുമിച്ച് ഒക്കർ ചെയ്യുമ്പോഴാണ് നമ്മൾ റൂൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. അപ്പോൾ പ്രോബിലിറ്റി ദാറ്റ് ടു കോയിൻസ് ടോസ്ഡ് അറ്റ് ദി സെയിം ടൈം വിൽ ലാൻഡ് ഹെഡ്സ്. അപ്പോൾ നമ്മൾ രണ്ട് കോയിന് ഒരേ സമയം ടോസ് ചെയ്യുന്നു. അപ്പോൾ രണ്ടും ഹെഡ് ആയിട്ടുള്ള ചാൻസ് പ്രോബിലിറ്റി എങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക? ഹാഫ് ഈസിക്കൽ ടു 1/4. അപ്പോൾ അതേപോലെ തന്നെയാണ് ഗാമീറ്റ് ക്യാപിറ്റൽ പി ഇൻറ്റു ക്യാപിറ്റൽ ബി അതിൻ്റെ സ്മോൾ പി കിട്ടാനുള്ള ചാൻസ് 1/4 ആണ്. അപ്പോൾ രണ്ട് കോയിൻസ് നമ്മൾ ഒരുമിച്ച് ടോസ് ചെയ്യുകയാണെങ്കിൽ രണ്ടും ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? 1/2 × 1/2 = 1/4. അതായത് രണ്ട് ഇവൻറ്റ്സ് ഒരുമിച്ചാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ രണ്ട് കോയിൻസ് നമ്മൾ ഒരുമിച്ചല്ലേ ടോസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് രണ്ട് ഇവൻറ്റ്സ് ഒരുമിച്ച് നടക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ രണ്ട് ഇവൻറ്റ്സ് ഒരുമിച്ച് നടക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ്റെ റൂളാണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് രണ്ട് കോയിൻസ് നമ്മൾ ഒരുമിച്ച് ടോസ് ചെയ്യുന്നു. അപ്പോൾ രണ്ടും ഹെഡാനുള്ള ചാൻസ് 1/2 × 1/2 = 1/4 ആണ്. അപ്പോൾ രണ്ട് ഇവൻറ്റ്സ് ഒരുമിച്ച് നടക്കുന്നു, അല്ലെങ്കിൽ രണ്ട് കോയിൻസ് ഒരുമിച്ച് ടോസ് ചെയ്യുമ്പോൾ ഉള്ള പ്രോബിലിറ്റി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് റൂൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. റൂൾ ഓഫ് അഡീഷൻ ആണെങ്കിൽ എന്താണ്? രണ്ട് ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒക്കർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? റൂൾ ഓഫ് അഡീഷൻ ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളാണ് ഈ പ്രോബിലിറ്റി ഓഫ് ക്യാപിറ്റൽ പി സ്മോൾ പി ഇൻറ്റു ക്യാപിറ്റൽ പി സ്മോൾ പി. അപ്പോൾ ക്യാപിറ്റൽ പി സ്മോൾ പി ഇൻറ്റു ക്യാപിറ്റൽ പി സ്മോൾ പി നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ പി സ്മോൾ പി കിട്ടും. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ പ്രോബിലിറ്റി വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ക്യാപിറ്റൽ പി സ്പേമിൻ്റെ ഹാഫാണ് പ്രോബിലിറ്റി, സ്മോൾ പി എഗ്ഗിൻ്റെ പ്രോബിലിറ്റി 1/2 ആണ്. അപ്പോൾ ഓഫ്സ്പ്രിങ്ങിൻ്റെ പ്രോബിലിറ്റി എത്രയായിരിക്കും? അഡീഷൻ അല്ലേ? അപ്പോൾ അഡീഷൻ ആയതുകൊണ്ട് തന്നെ 1/2 + 1/2 എത്രയായിരിക്കും? 1/4 ആയിരിക്കും. അതേപോലെ തന്നെ അടുത്തതാണ് സ്മോൾ പിയും ക്യാപിറ്റൽ പി. അപ്പോൾ സ്മോൾ പി 1/2 ആയിരിക്കും, ക്യാപിറ്റൽ പി 1/2 ആയിരിക്കും. അപ്പോൾ അഡീഷൻ ആയതുകൊണ്ട് തന്നെ 1/4 കിട്ടും. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ പ്രോബിലിറ്റി 1/4 + 1/4 = 1/2 ആണ് നമുക്ക് കിട്ടുക. ഇനിയുള്ളതാണ് chi-square ടെസ്റ്റ്. അപ്പോൾ chi-square ടെസ്റ്റ് allows researchers to compare data such as number we get from breeding experiment with their predicted value. If chi-square exceeds the critical number, the genetic hypothesis will be rejected. The chi-square statistics below this number will be expected. So chi-square test is used for comparing our data with the predicted values. So if the chi-square test exceeds the critical number, the hypothesis will be rejected. If the chi-square test is below that number, it will be expected. അപ്പോൾ chi-square ടെസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വേറെ പ്രോബിലിറ്റി ടൂള് നമ്മൾ ജെനറ്റിക്സിൽ യൂസ് ചെയ്യുന്ന വേറൊരു പ്രോബിലിറ്റി ടൂളാണ് chi-square ടെസ്റ്റ്. അപ്പോൾ chi-square ടെസ്റ്റ് വെച്ചിട്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത്? അതായത് നമുക്ക് കിട്ടിയ ഡാറ്റയും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത വാല്യൂസും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് chi-square ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ സപ്പോസ് ഒരു ക്രോസ് നടത്തുമ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 2:1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു ക്രോസ് നടത്തി, അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 2:1 ആണെന്ന് വിചാരിക്കുക. പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത വാല്യൂ 3:1 ആണ്. അപ്പോൾ ഈ രണ്ട് വാല്യൂസും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുക chi-square ടെസ്റ്റ് വെച്ചിട്ടായിരിക്കും. അപ്പം നമുക്ക് കിട്ടിയ വാല്യൂ, അതായത് നമ്മൾ ക്രോസ് ചെയ്ത് കിട്ടിയ വാല്യൂ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ഊഹിച്ച വാല്യൂവും അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് chi-square ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് കിട്ടിയ വാല്യൂവും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത വാല്യൂവും അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് chi-square ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ chi-square ടെസ്റ്റിൽ ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ ആ വാല്യൂവിൽ കൂടുതലാണ് നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ എങ്കിൽ നിങ്ങളുടെ ഹൈപ്പോസിസ് റിജക്റ്റ് ചെയ്യും. അപ്പോൾ ആ വാല്യൂ chi-square ടെസ്റ്റിലുള്ള വാല്യൂ ഉണ്ടാകും. അപ്പോൾ ആ വാല്യൂവിൽ കൂടുതലാണ് നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ എങ്കിൽ നിങ്ങളുടെ ഹൈപ്പോസിസ് റിജക്റ്റ് ചെയ്യും. അതിൽ കുറവാണ് നിങ്ങളുടെ വാല്യൂ എങ്കിൽ നിങ്ങളുടെ ഹൈപ്പോസിസ് എക്സ്പെക്റ്റ് ചെയ്യും. അപ്പോൾ chi-square ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്?
നിങ്ങൾക്ക് കിട്ടിയ വാല്യൂവും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കൈസ്കോർ ടെസ്റ്റിൽ ഒരു ലിമിറ്റ് വാല്യൂ ഉണ്ടാകും. അപ്പോൾ ആ ലിമിറ്റ് വാല്യൂവിന് കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ഹൈപ്പോസിസ് റിജക്റ്റ് ചെയ്യും, അതിൽ കുറവാണെങ്കിൽ നിങ്ങളുടെ ഹൈപ്പോസിസ് എക്സ്പെക്റ്റ് ചെയ്യും. അപ്പം ജെനറ്റിക്സിൽ പ്രോബിലിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ജെനറ്റിക്സിൽ പ്രോബിലിറ്റി യൂസ് ചെയ്യുന്നത് എന്തിന് സിമിലറാണ്? അപ്പം മെൻഡൽസ് ലോ ഒക്കെ എന്തിന് സിമിലറാണ്? പ്രോബിലിറ്റി ലോസിനോട് സിമിലർ ആണ്. ലൈക്ക് ടോസിങ് കോയിൻസ് രണ്ട് ലോസ് ആണ് യൂസ് ചെയ്യുന്നത്, അഡീഷൻ റൂളും മൾട്ടിപ്ലിക്കേഷൻ റൂളും. അപ്പോൾ രണ്ട് ഇവൻറ്റ്സ് ഒരുമിച്ച് ഒക്കർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ റൂൾ യൂസ് ചെയ്യും. രണ്ട് ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഒക്കർ ചെയ്യുമെങ്കിൽ നമ്മൾ അഡീഷൻ റൂൾ യൂസ് ചെയ്യും. അപ്പോൾ കൈസ്ക്വയർ ടെസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു സംഭവം. കൈസ്ക്വയർ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാ? അത് നമുക്ക് കിട്ടിയ വാല്യൂസും നമ്മുടെ എക്സ്പെക്ട് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനൊരു ലിമിറ്റ് ഉണ്ടാവും. ആ ലിമിറ്റ് വാല്യൂവിൻ്റെ മുകളിലാണെങ്കിൽ നമ്മൾ ഹൈപ്പോസിസ് റിജക്റ്റ് ചെയ്യും, അതിന് കുറവാണെങ്കിൽ എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ താങ്ക് യു.